ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഹൗ ദ ലൈഫ് ചേഞ്ച്, എങ്ങനെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, നമ്മൾ ചിന്തിക്കുന്ന അതീതമായിട്ട് ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രത്യേകിച്ച് മലയാളികളെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയുള്ള ആൾക്കാരാണ്, കണ്ടു മനസ്സിലാക്കുന്ന ആൾക്കാരാണ്, പക്ഷെ കാഴ്ചപ്പാട് വളരെ കുറവാണ്. എന്ത് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്ന തലത്തിൽ എന്തും ഭയത്തോടു കൂടി കാണുകയല്ലാതെ എന്താണ് ശരി എന്താണ് തെറ്റ്, ശരിയായ രീതിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ സ്വതവേ കുറവാണ്. എന്റെ പേര് സുധീഷ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ബൈ പ്രൊഫഷൻ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. വൺ ഓഫ് ദ ലീഡിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് എന്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടുന്ന് മൂവ് ഓൺ ചെയ്തു. MBA എടുത്തതിനു ശേഷം ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ അച്ഛൻ മുഖേന, അദ്ദേഹം തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് ടാക്സ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ വളരെയധികം ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിത്വമാണ്. 75 വയസ്സുള്ള ഒരു ചുറുചുറുക്കൻ വ്യക്തിയാണ്. അദ്ദേഹമാണ് എന്നെ ഡയറക്ട് സെല്ലിംഗ് കൊണ്ട് അദ്ദേഹം തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ആയതും വെസ്റ്റീജുമായിട്ട് കണക്ട് ചെയ്തതും. അങ്ങനെ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ബോംബെയിൽ നടക്കുന്ന ഇതേപോലത്തെ ഇത് ഒരു ഓൺലൈൻ ഇവന്റ് ആണ്, അവിടെ ഒരു ഫിസിക്കൽ ഇവന്റിൽ ചെല്ലുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വെസ്റ്റീജിനെ കാണുന്നത്. ഫ്രണ്ട്സ്, ലൈഫില് ശരിക്കൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള രീതിയിലല്ല നമ്മൾ ജീവിക്കുന്ന, പറ്റുന്ന രീതിയിലാണ്. സ്വതവേ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോഴും എല്ലാവരും തന്നെ പറ്റുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്കും ഈ കാലഘട്ടത്തിൽ പറ്റുന്ന രീതിയിലേ ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള രീതിയിൽ നമ്മൾ അനുമാനത്തിലെത്തുകയും അതിന്റെ അനന്തരഫലമായിട്ട് കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും നമ്മൾ ഉപയോഗിക്കാതെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ലോകത്ത് സ്വന്തം കഴിവുകളെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാത്തത് മനുഷ്യൻ മാത്രമാണ്. ഒരു വൃക്ഷം അവന് പറ്റുന്ന അത്രയും വളരും, ഒരു ചെടി അവന് പറ്റുന്ന അത്രയും കായ്ക്കും, എല്ലാം 100% എഫേർട്ട് പുറത്തിടുന്ന സമയത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മൃഗം പോലും 100% എഫേർട്ട് പുറത്തിടും. പക്ഷെ മനുഷ്യൻ മാത്രമാണ് സ്വന്തം കഴിവ് പുറത്തേക്ക് പൂർണ്ണമായിട്ടും 100% എഫേർട്ട് എടുക്കാത്തത്. കാരണം നമ്മൾ ചുറ്റും നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. സോ അതേ രീതിയിൽ തന്നെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു. എനിക്കും പേഴ്സണൽ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നാടിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ തന്നെ വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു. എനിക്ക് ഇന്ത്യ വിട്ടുപോകാൻ താല്പര്യക്കുറവുള്ളതുകൊണ്ട് ഞാൻ MBA എടുത്തതിനു ശേഷം ബാങ്കിൽ ജോയിൻ ചെയ്തു. ബാങ്കിൽ ജോയിൻ ചെയ്ത സമയത്ത് അന്ന് 3 കൊല്ലം കൂടുമ്പോൾ ട്രാൻസ്ഫർ ആണ്. ഫാമിലി ഉള്ളത് നാട്ടിലാണ്, ഞാൻ ട്രാൻസ്ഫർ ആയതുകൊണ്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വെസ്റ്റീജുമായിട്ട് കണക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ അന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു നിയമപരമായിട്ടുള്ള പല ഇഷ്യൂസ്, കാരണം ഒരു രണ്ട് ഇല്ലീഗൽ കമ്പനീസ്, നാനോ എക്സൽ, ബിസർ എന്ന് പറയപ്പെടുന്ന ഇല്ലീഗൽ കമ്പനീസ് വന്നിട്ട് മാർക്കറ്റിൽ വളരെയധികം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തതിന്റെ അനന്തരഫലമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കേരളത്തിൽ നിരോധിച്ച് നിൽക്കുന്ന സമയത്താണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന, സർക്കാർ നിരോധിച്ച സാധനം സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി കാണിച്ചു തന്നത്. കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഞാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കുമ്പോഴും ജീവിതത്തിൽ സന്തോഷമായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെല്ലാം ബെസ്റ്റ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കുട്ടികൾ എന്നിട്ട് ലൈഫിൽ ഹാപ്പി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആവാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യമായിട്ട് ഞാൻ വെസ്റ്റീജ് ബിസിനസിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് ഇന്ന് ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും, പൂർണ്ണമായി എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല, എന്തോ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. എനിക്കും അതേപോലെ തന്നെയാണ്. ആദ്യത്തെ പ്രോഗ്രാമിൽ ചെന്ന സമയത്ത് എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്ന ബാങ്കിങ് പ്രൊഫഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് അതെന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചു. കാരണം എന്റെ അത്ര പോലും കാലിബറോ എഡ്യൂക്കേഷനോ ഒന്നുമില്ലാത്ത സാധാരണക്കാർ പോലും ഹൈ ലെവലില് അവരുടെ എഫേർട്ട് കൊണ്ട് മാത്രം, ശരിക്കും കളിക്കുന്ന എല്ലാവർക്കും വരുമാനം കിട്ടുന്ന രീതി എന്ന രീതിയിൽ പറയേണ്ടി വരും, ശരിയായ രീതിയിൽ കളിക്കുന്ന എല്ലാവർക്കും. അപ്പൊ ആ രീതിയിൽ വെസ്റ്റീജിൽ വളരെ മാറ്റം കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കാൻ സാധിച്ചില്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല വെസ്റ്റീജ് എന്താന്നുള്ളത്. പക്ഷെ എന്റെ ഉള്ളിൽ എവിടെയോ ഒരു ഫയർ കത്തി. കാരണം ലൈഫിനെ വേറൊരു അനുമാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും, വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ചിന്തിച്ചോട് കൂടിയിട്ട് ഞാൻ അവിടുന്ന് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞാൽ വെസ്റ്റീജിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ, വെസ്റ്റീജ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 2015 മാർച്ചിൽ ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനും ഫാദറും ഒരുമിച്ചാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് കേരളത്തിൽ പലതരത്തിലുള്ള വ്യക്തികളും അന്ന് ഒരുമിച്ചാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ബിലീവ് മീ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി. കാരണം ഒരു സാധാരണ എംപ്ലോയി നിന്നും ഒരു ഓൺടർപ്രണർഷിപ്പ് ലെവലിലേക്ക് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ ഒരു പ്ലാറ്റ്ഫോം, ഇതിൽ വെസ്റ്റീജില് വിന്നിംഗ് ടീമിന്റെ സപ്പോർട്ടോട് കൂടി വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് മാറാൻ സാധിച്ചത്. കാരണം നമുക്കറിയാം, നമ്മുടെ റെഗുലർ ആയിട്ടുള്ള അസോസിയേഷൻ ആരുമായിട്ടാണോ ആ രീതിയിലായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവുക. ഈ മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡും മാറുമ്പോഴാണ് ഒരു വ്യക്തി പ്രവർത്തിക്കുന്ന രീതി മാറുമ്പോഴാണ് ചിന്തിക്കുന്ന രീതി മാറുമ്പോൾ പ്രവർത്തിക്കുന്ന രീതി മാറുമ്പോൾ ലൈഫിൽ മാറ്റം ഉണ്ടാവും.
ഞാൻ എന്റെ ജീവിതത്തിൽ ഈ ബാങ്ക് ഉദ്യോഗം കഴിഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന, അത് കഴിഞ്ഞിട്ട് വെറുതെ സമയം കളയുന്ന, ടി വി കണ്ടോ ചുറ്റുപറ്റിയോ കളയുന്ന 1-2 മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി 6 മാസം കൊണ്ട് എനിക്ക് ബാങ്കിൽ ഉണ്ടാക്കുന്ന അത്രയും വരുമാനം എനിക്ക് വെസ്റ്റീജില് കൃത്യമായിട്ടുള്ള രീതിയിൽ ബിസിനസ് ബിൽഡ് ചെയ്തപ്പോ അതിനനുസരിച്ചുള്ള ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് വെസ്റ്റീജിൽ നിന്ന് കമ്മീഷനായിട്ട് ഒന്ന് ആലോചിച്ചു. കാലകാലമായിട്ട് വളരെയധികം കൊല്ലങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം വെറും 6 മാസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നാൽ ദർ ഇസ് സംതിങ് ഡിഫറെന്റ്. എന്താണ്? മറ്റൊന്നല്ല, ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഒരു ലീഗൽ ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നമ്മുടെ എഫേർട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് അനന്തര ഫലമാണ്. കാരണം ഇവിടെ നിങ്ങളുടെ ഒരാളുടെ ഇൻഡിവിജ്വൽ എഫേർട്ട് അല്ല, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ ആർക്കെ വളരെ നല്ല രീതിയിൽ പറഞ്ഞു, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ ഒരു എൻറ്റയർ ഓർഗനൈസേഷൻ ഉണ്ട്, വെസ്റ്റീജ് ഉണ്ട്, വിന്നിംഗ് ടീം ഉണ്ട്. ആൻഡ് സെയിം ടൈം നിങ്ങളുടെ ഓർഗനൈസേഷൻ, നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഈ കൺസ്യൂമർ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആ പവർ അല്ലെങ്കിൽ അതിന്റെ ടേൺ ഓവർ നമ്മൾ ഇൻഡിവിജ്വൽ എഫേർട്ടിനേക്കാളും വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്തു. ഫ്രം ബോംബെയിലെ ബിസിനസ് 6 മാസം കൊണ്ട് ബാങ്ക് ജോലി റിസൈൻ ചെയ്യാൻ സാധിച്ചു. 1 കൊല്ലം കൊണ്ട് ഏകദേശം ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പദവിയിലും ഏകദേശം ഈ പറയുന്ന ഒട്ടുമിക്ക എല്ലാ വരുമാനങ്ങളും 1 ലക്ഷം രൂപയുടെ അടുത്ത് വരെ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് സമ്പത്തിനെ പറ്റി അല്ലെങ്കിൽ മാസം വരുന്ന വരുമാനത്തെ പറ്റി എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യകത വന്നിട്ടില്ല. ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായത് വളരെയധികമാണ്. കാരണം തുടങ്ങിയ ഏകദേശം ഒരു 1.5 കൊല്ലം കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരിക്കലും പോലും സ്വപ്നം കണ്ടു. ഞാൻ ബിസിനസ്സിൽ വന്നത് എനിക്ക് എന്റെ ഫിനാൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതം എന്റെ കൺട്രോൾ ആകണം എന്നുള്ള ജോബിൽ നിന്ന് മാറണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വിത്തിൻ 6 months എനിക്കത് സാധിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് കിട്ടുന്ന വില വേറെ ഒന്നിനും തന്നെ കിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതെനിക്ക് 6 മാസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു. 1.5 കൊല്ലം കൊണ്ട് ഇതിൽ നിന്ന് 14 ലക്ഷം വരുന്ന റെസ് ക്രോസ് എന്ന കാർ വാങ്ങിച്ചു. പക്ഷെ ഞാനിപ്പോ അത് വിറ്റ് ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് MG ഹെക്ടർ എന്ന് പറയുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട കാറാണ്. മറ്റേത് പറ്റുന്ന കാറിന് മാറി എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ലൈഫിന് മാറ്റാനായിട്ട് സാധിച്ചു. ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ ആ നിമിഷങ്ങളിലാണ് നമ്മൾ ശരിയായ രീതിയിൽ ജീവിച്ചിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള നിമിഷങ്ങൾക്ക് ഓർക്കാൻ പോലും സാധിക്കുന്നില്ലെങ്കിൽ അതിനൊരു പ്രത്യേകത ഇല്ല എന്നുള്ള അർത്ഥം. അപ്പൊ നിങ്ങളുടെ ജീവിതം വളരെയധികം പവർഫുൾ എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം നിമിഷങ്ങൾ ഓർക്കാനായിട്ട് ഉണ്ടാവണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ തുടങ്ങിയത് വെസ്റ്റീജ് വന്നതിന് ശേഷമാണ്. കാരണം ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ട്. ഐ എം ബിൽഡിങ് സംതിങ്. ഒരു ബിസിനസ് മൈൻഡ് സെറ്റോട് കൂടി ബിൽഡ് ചെയ്യുന്നത് മാത്രമല്ല, കാർ വാങ്ങിച്ച സമയം, ട്രിപ്പുകൾ പോയ സമയം, ബോംബെയിലൊക്കെ ഒരു പരിചയമില്ലാത്ത വ്യക്തികളായിട്ട് ബിസിനസ്സിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഓൾമോസ്റ്റ് 9 countries കവർ ചെയ്തിട്ടുണ്ട്. ഇയർലി 3 ട്രിപ്പാണ് കമ്പനി കൊടുക്കുന്നത്. ആൻഡ് ഇപ്പൊ ഈ അടുത്ത 4-ാം തീയതി കേരളത്തിന് ഒട്ടുമിക്ക ഞാനടക്കം വരുന്ന ഒട്ടുമിക്ക ലീഡേഴ്സും ബിൽഡ് ചെയ്യുകയാണ്. അങ്ങനെ ലൈഫിന് വേറൊരു തലത്തിലേക്ക് എനിക്കും എന്റെ ഫാമിലിക്കും ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ജീവിക്കാൻ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറാനായിട്ട് എന്തുകൊണ്ട് സാധിച്ചു? ഈ വെസ്റ്റീജ് കൊണ്ട് സാധിച്ചു. നൗ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഘടകം, ഇപ്പൊ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്കൊരു കാര്യം ഞാൻ ഈ വെസ്റ്റീജ് കണ്ട സമയത്ത് ഞാൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ അന്ന് വെസ്റ്റീജ് കണ്ട സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യം, ഇതിലെന്ത് റിസ്ക് ഉണ്ട്? ഇതിലൊരു റിസ്ക്കും ഇല്ല. കാരണം ആ കൂടി ഷോപ്പ് ചേഞ്ചിന്റെ റിക്വയർമെന്റേ ഉള്ളൂ. ഷോപ്പ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് വളരെ ആ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും ഡിസ്കൗണ്ട് റേറ്റിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇതിലൊരു റിസ്ക് ഇല്ല. ഒരു റിസ്ക്കും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ജീവിതത്തിൽ വളരാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് വളരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു റിസ്ക് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ചെയ്യണം എന്നുള്ള ആദ്യ തീരുമാനം എടുത്തു. 2ാം തീരുമാനം, സപ്പോസ് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ഒരു 1 year 2 year കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ എന്ത് മാറ്റം ഉണ്ടാക്കും? എന്റെ ജീവിത നിലവാരം കൂടുമോ കുറയുമോ? ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയ സമയത്ത് തിരിച്ചറിയുന്ന എംപ്ലോയീസ് ആയിരിക്കുന്ന എല്ലാവർക്കും ഒരു പെയിൻ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല. ലൈഫിൽ മാറ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പ്ലാനിങ് വേണം. ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് എന്റെ ലൈഫിൽ ഒരിക്കലും ഗ്രോത്ത് എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. കാരണം സ്ട്രെസ് കൂടി വരാനുള്ള ഒരു പോസിബിലിറ്റി മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. സോ ആയതുകൊണ്ടാണ് ഞാൻ വെസ്റ്റീജ് എടുക്കാനുള്ള ശക്തമായിട്ടുള്ള തീരുമാനമെടുത്തത്. ബിക്കോസ് ഇറ്റ് വാസ് എ ഹോപ്പ്. എനിക്ക് എന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ, ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള ഹോപ്പ് എനിക്ക് ലഭിച്ചത് ഈ വെസ്റ്റീജ് ബിസിനസ് പ്രസന്റേഷൻ ആദ്യമായിട്ട് കേട്ടപ്പോഴാണ്. ഐ ടുക്ക് എ സ്ട്രോങ് ഡിസിഷൻ. ആദ്യം പ്രൊഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി. ഇതിൽ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചു നോക്കി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം
എങ്ങനെയാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾക്ക് സപ്പോസ് ഒരു ലംബോഗിനി കാറ് കിട്ടി, ഓടിക്കാൻ ശരിയായ രീതിയിൽ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വണ്ടി കൊണ്ടിടിക്കും. നിങ്ങൾക്ക് എന്നിട്ട് പറയും ലംബോഗിനി കാറ് ശരിയല്ല കേട്ടോ അത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സോ യു നോ ഹൗ ഷുഡ് ഡ്രൈവ്. വെസ്റ്റീജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക്, നിങ്ങളുടെ സ്വപ്ന നിലവാരത്തിലേക്ക് ജീവിതം ഉയർത്താനുള്ള ദ ബെസ്റ്റ് വഴിയാണ്. ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി ഇത് സക്സസ്ഫുൾ ആയിട്ട് ആരാണോ നിങ്ങൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള അവരായിട്ട് ഇരുന്ന് എങ്ങനെയാണ് ഈ ബിസിനസ് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കോൺഫിഡന്റ് ആയി സ്റ്റേജ് ബൈ സ്റ്റേജ് ആയി വിന്നിംഗ് ടീം അനുമാനിക്കുന്ന 10 കോർ സ്റ്റെപ്പ്, എങ്ങനെയാണ് ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് പറഞ്ഞു തരുന്ന 10 കോർ സ്റ്റെപ്പുകൾ ഉണ്ട്. ആ സ്റ്റെപ്പുകളെ പറ്റി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ബിസിനസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അറ്റ് സെയിം ടൈം കാർഡിനൽ റൂൾസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി ഇതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ബിലീവ് മീ ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് വരികയും ലൈഫ് വളരെ മനോഹരമാക്കാൻ സാധിക്കും. ഇന്ന് ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒറ്റ ഷോർട്ട് കട്ട് ലൈഫിൽ ഗോൾ ഉണ്ടാവുക എന്നുള്ളതാണ്, എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ലക്ഷ്യമില്ലാതെ ഒരു സ്ഥലത്തും എത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യം വെക്കാറില്ല. കാരണം എന്താ, എനിക്കറിയാം എനിക്കൊരു പല ലക്ഷ്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ഞാനിപ്പോ പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് അത് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും ലക്ഷ്യങ്ങൾ വെക്കാറില്ല. പക്ഷെ മനസ്സിലാക്കുക, വെസ്റ്റീജിൽ വരുന്ന സമയത്ത് നിങ്ങൾ ചെറുതെങ്കിൽ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക, അത് അച്ചീവ് ചെയ്യുക, അവിടുന്ന് ഹയർ ലെവലിലേക്ക് പോവുക. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ലാസ്റ്റ് ഇയർ എന്റെ ഫാദറിന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്സിഡന്റ്. 4 മാസം അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റിഡൻ ആയിട്ട് വന്നു. സാധാരണ ഞാനൊരു എംപ്ലോയി ആയിരുന്നെങ്കിൽ എനിക്ക് ലീവ് പലതരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാകുമായിരുന്നു. പക്ഷെ എനിക്ക് ആരോടും ചോദിക്കേണ്ടി വന്നില്ല. കാരണം ഐ ഓൺ മൈ ലൈഫ്. ഞാനാണ് എന്റെ ബിസിനസ്സിൽ ഡിസിഷൻസ് എടുക്കുന്നത്. എനിക്ക് ആരോടും ലീവ് ചോദിക്കേണ്ടി വന്നില്ല. ഞാൻ എന്റെ ഡിസിഷൻ എടുത്തു. ആൻഡ് സെയിം ടൈം എല്ലാ മാസവും 10-ാം തീയതി റെഗുലർ ആയിട്ട് വരുമാനം വന്നുകൊണ്ടേണ്ടായിരുന്നു. സോ ഇങ്ങനെ റെഗുലർ ആയിട്ട് ഒരു പാസീവ് ഇൻകം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, ആരാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അവരുമായിട്ട് സംസാരിച്ച് ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ, അത് ഉയരങ്ങളിലേക്ക് പോകത്തക്ക ഒരു പ്ലാറ്റ്ഫോം കാണുന്ന സമയത്ത് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. സോ വിഷ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു.